ഒന്നായി തീരുകയാണ്. രണ്ട് മക്കൾ ഒന്നായി തീരുന്ന അനുഗ്രഹീതമായ നിമിഷം ഞങ്ങൾ ഏറെ ബഹുമാനിയായ ഇബ്രാഹിം ഷബ്ദകളുടെ പ്രിയപ്പെട്ട പുത്രി ഷഹാബാനും വഫിയയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ് അവരുടെ മറവും വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മകൻ ഫഹദ് വാഫിയും തമ്മിലുള്ള നിക്കാഹിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. രണ്ട് ആലിമിന്റെയും ആലിമത്തിന്റെയും സംഗമമാണ് അക്ഷരാർത്ഥത്തിൽ ഈ നിക്കാഹിലൂടെ ഉണ്ടായിത്തീരുന്നത്. രണ്ടുപേരും ആലിമികളാണ്, ഭാര്യയും ഭർത്താവും ആലിമികളും. അല്ലാഹു കബൂലാക്കട്ടെ. ഈ അനുഗ്രഹീതമായ സദസ്സിന് സാക്ഷികളാകാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയത് സമൂഹത്തിലേറെ അംഗീകരിക്കപ്പെടുന്ന ആദരണീയരായ പണ്ഡിത മഹത്തുക്കളും ഉമറാക്കളും സഹോദരങ്ങളും സഹോദരിമാരൊക്കെ പടച്ചിറപ്പ് കബൂലാക്കുമാറാണ്. ഈ പരിശുദ്ധമായ കാർമ്മികത്വത്തിന് നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന അഭിമന്യനായ പുരുവര്യൻ, പ്രിയപ്പെട്ടവരെ, അതിനപ്പുറം വാപ്പി പ്രസ്ഥാനത്തിന്റെ മഹാനായ അമരക്കാരൻ, മുസ്ലിം ഉമ്മത്തിന് ആത്മീയ ഭൗതിക സമന്വയം കൃത്യമായി പറഞ്ഞാൽ തീർമേശയുടെ പുറത്ത് ഒന്നുപോലെ വിളമ്പിക്കൊടുത്ത മഹത്തായ ഗുരുവര്യൻ, ഞങ്ങളൊക്കെ ഏറെ ആദരിക്കുന്ന വാപ്പി പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി ഉസ്താദ്, അല്ലാഹു തആല ഖൈറുകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉസ്താദാണ് നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അല്ലാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹത്തായ ഒരു മജ്‌ലിസിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു കബൂലാക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നതിനോടൊപ്പം നമുക്കറിയാം, വിശാലമായ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കമാണ് നിക്കാഹ്. അത് ഏതാനും നാളത്തേക്കല്ലേ സ്വർഗലോകം വരെ നീളുന്ന സുന്ദരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം മാഷ് ആലിമും കൂടിയാണ്. ഇബ്രാഹിം മാഷ് തന്റെ പ്രിയപ്പെട്ട മകൾ ഫഹദിന്റെ കയ്യിലേക്ക് അങ്ങ് ചേർത്ത് വെച്ച് കൊടുക്കുമ്പോ മനസ്സിൽ ഒരു വിങ്ങലുണ്ട്, ഒരു നൊമ്പലുണ്ട്. ഏതൊരു ഉപ്പാക്കും ഉണ്ടാകുന്ന നൊമ്പൽ. ഈ സമയം വരെ എന്റെ പ്രിയപ്പെട്ട മകളെ നന്നായി ദീനീ ചിട്ടയോടുകൂടി വളർത്തിയെടുത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി മോളെ വിനിയോഗിച്ച് എല്ലിന്റെ വാഹകയാക്കി മോളെ വളർത്തിക്കൊണ്ടുവന്നു. ഒരുപാട് അന്വേഷിച്ച് വാഫി കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സുന്ദരനായ ഒരു കുഞ്ഞാപ്പിളെ കണ്ടെത്തി കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഇബ്രാഹിം മാഷിന്റെ പൽവൊന്ന് പിടയുന്നു. എന്താണ് ആ പിടയലിന്റെ അർത്ഥം? ഈ സമയം വരെ എന്റെ മോളെ കൃത്യമായിട്ട് ഞാൻ നോക്കി നന്നായി കൊണ്ടുവന്ന എന്റെ മോളെ, പ്രിയപ്പെട്ട ഫഹദ് കുഞ്ഞാപ്പിളയെ നന്നായിട്ട് എന്റെ മോളെ നോക്കണേ, അവരുടെ കണ്ണീർ തുള്ളികൾ ഭൂമിയിലൊക്കെ തിരിഞ്ഞു വീഴാതെ. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുണ്ട്, അൻ തുഹ്സിന സുഹ്ബതക. അലിയെ നല്ലൊരു മോളാണ്, ഫാത്തിമ നല്ലൊരു മോളാണ്, അവളെ നല്ല രൂപത്തിൽ നോക്കണം. സാഹിബത്തെന്നാണ് പറഞ്ഞത്, സുഹബത്ത്, നിനക്ക് സഹവസിക്കാൻ പറ്റിയ നല്ലൊരു മോളാണ് എന്റെ മോൾ. അവളെ വിഷമിപ്പിക്കല്ലേ, അവളെ നല്ലതുപോലെ നോക്കണേ, അവളെന്റെ കരളിന്റെ കഷണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു തേങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇബ്രാഹിം മാഷിന്റെ മനസ്സിലുണ്ട്. എന്റെ മോളെ പൊന്നുപോലെ നോക്കണേ. അൽഹംദുലില്ലാഹ്, നമുക്ക് ആശിക്കാം, പ്രതീക്ഷയുണ്ട്, അങ്ങനെ തന്നെ ആകട്ടെ. അറബി വായിക്കുമ്പോൾ ഇബാറത്തുകൾ തെറ്റാതെ സൂക്ഷ്മമായി വായിക്കുമ്പോൾ രണ്ടുപേരും കൃത്യമായി
ഇൽമിന്റെ വിദ്യാഭ്യാസം, അറിവ് കൃത്യമായി നേടി ആത്മീയ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സമഞ്ജസമുള്ള രണ്ട് മക്കൾ ഒന്നുപോലെ ഇവിടെ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അക്ഷരങ്ങൾ തെറ്റാതെ അറിവ് വായിക്കുന്നത് പോലെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു വിള്ളൽ ഉണ്ടാവാതെ കൃത്യമായി കൊണ്ടുപോകാനുള്ള അറിവ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ മക്കൾ കൃത്യമായി നേടിയിട്ടുണ്ട് എന്നത് നമുക്കൊരു പ്രതീക്ഷയാണ്. അല്ലാഹു നമ്മുടെ പ്രതീക്ഷ പോലെ ഈ രണ്ട് മക്കളുടെയും ദാമ്പത്യ ജീവിതം സമൃദ്ധമാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പടച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഫഹദിനോട് പറയാനുള്ളത്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നന്നായിട്ട് നോക്കണം, ചേർത്ത് പിടിക്കണം, അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ഇത് വലിയ ബാധ്യതയാണ്. അതിനപ്പുറം രണ്ടുപേരും ചിന്തിക്കേണ്ടത് സുഖദുഃഖങ്ങൾ പങ്കുവെക്കാൻ ഒരു കൂട്ടുകാരൻ, പ്രിയപ്പെട്ടവരെ രഹസ്യങ്ങളും പരസ്യങ്ങളും തുറന്നു പറയാൻ ഒരു കൂട്ടുകാരി, അതിനപ്പുറം സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കാൻ എനിക്കെന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, പ്രിയപ്പെട്ടവരെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ, സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ എനിക്കെന്റെ പ്രിയപ്പെട്ട ഇണയും തുണയും എന്ന് ചിന്തിക്കുന്നിടത്തോളം ദാമ്പത്യ ജീവിതം ഉയർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നതിന് മുമ്പ് അതിനെന്താണ് ചെയ്യേണ്ടത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, കൃത്യമായി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പരിഗണിക്കണം. രണ്ടുപേരും പരിഗണിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം, സ്നേഹിക്കണം, അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കണം, സ്നേഹം പ്രകടിപ്പിക്കണം. അതിനപ്പുറം രണ്ടുപേരും പരസ്പരം വിനയാന്വിതരാകണം ദാമ്പത്യ ജീവിതത്തിൽ. കവി പറഞ്ഞതുപോലെ ലാളിത്യമുള്ളൊരു കൈയിലെ കേൾപ്പുള്ളോ വേളിച്ചരടിന്റെ കെട്ടിയും ഓർക്കുവാൻ. അങ്ങനെ ലാളിത്യത്തോടുകൂടി പരസ്പര സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ദാമ്പത്യ ജീവിതം ഉന്നതിയിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. പടച്ചവൻ അതിനുള്ള തൗഫീഖ് ദമ്പതികൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഗ്രഹീതമായ ഈ മജ്‌ലിസിൽ ഇൻഷാ അല്ലാഹ് ഖുർആനിന്റെ ഖുതുബ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇൻഷാ അല്ലാഹ് നിർവഹിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാ ഖൈറും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ ആത്മീയത്വത്തിന്